മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നത്തെ മാതൃഭൂമി പേപ്പറിൽ തിരുവനന്തപുരത്തെ ബിഷപ്പ് ഹൗസിൽ ബിഷപ്പ് വിളിച്ചു കൂട്ടിയിട്ട് ഒരു സർവമത സമ്മേളനം, കേരളത്തിൽ നടക്കുന്ന അക്രമത്തിനും രക്തച്ചൊരിച്ചിലിനും കൊലപാതകത്തിനുമെതിരെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി. അതിൽ ബിഷപ്പ് സംസാരിക്കുന്ന ഫോട്ടോ ഒക്കെ വന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും ക്രൈസ്തവ സമൂഹം മുൻകൈയെടുത്ത് സർവമത സമ്മേളനം, സർവരാഷ്ട്രീയ സമ്മേളനം, പിന്നെ സർവമത പ്രാർത്ഥന, പിന്നെ മൗന പ്രാർത്ഥന ജാഥ, ഇതൊക്കെ അവർ നടത്താറുണ്ട്. വളരെ ഗംഭീരമായിട്ട് നടത്താറുണ്ട്. ഇതിൽ ഹിഡൻ ലക്ഷ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ഏത് നെഗറ്റീവുകളിൽ നിന്നും പരമാവധി മുതലെടുത്ത് അത് പ്രൊജക്റ്റ് ചെയ്യാൻ ബിഷപ്പുമാരും അതുപോലെ തന്നെ അച്ഛന്മാരും മുമ്പിൽ ഫോട്ടോ എടുത്ത് നിൽക്കാൻ പാകത്തിന് തയ്യാറായിട്ടാണ് കാര്യങ്ങൾ നടത്തുക. എല്ലാവരുടെയും മനസ്സിൽ അതൊരു ചിത്രമായിട്ട് നിലനിൽക്കുകയും ചെയ്യാൻ പാകത്തിനാണത് ചെയ്യുക. അരുണാചൽ പ്രദേശില് പൊതുവെ ഹിന്ദുക്കൾക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം. എവിടെയെങ്കിലും മതസൗഹാർദ്ദ റാലി നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ കേരളത്തിലെ അച്ഛന്മാരാണ്. മതസൗഹാർദ്ദ റാലി അരുണാചൽ പ്രദേശിൽ കേരളത്തിലെ അച്ഛന്മാർ നടത്താൻ കാരണം, ഏതെങ്കിലും ഒരു കോർണറില് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിൽ ഒരു ചെറിയ അടിപിടിയോ ഒരു ചെറിയ ലഹളയോ ഉണ്ടാവും. അപ്പോ അതിനെതിരെ പോസ്റ്റർ ഒട്ടിച്ച് വർഗീയ കലാപത്തിനെതിരെ മതസൗഹാർദ്ദത്തിന് അനുകൂലമായിട്ട് സഹവർത്തിത്വത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ കേരളത്തിലെ അച്ഛന്മാർ മുമ്പിൽ നിന്നുകൊണ്ട് മതസൗഹാർദ്ദ റാലിയുണ്ട്. ഇനി ആ മതലഹള, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ മതലഹള ഉണ്ടാവാൻ കാരണം എന്താണെന്നൊന്ന് അന്വേഷിച്ചു പോയാൽ കൃത്യമായിട്ട് 100% മനസ്സിലാക്കാൻ സാധിക്കും. ചില ഹിന്ദുവിന്റെ വീടുകളിൽ ഈ ക്രിസ്ത്യൻ മിഷണറിമാരും മതം മാറ്റാൻ വേണ്ടി പോകുന്നതിൽ നിന്നാണ് അവിടെ ലഹള തുടങ്ങുന്നത്. വാക്കേറ്റവും എതിർപ്പും എല്ലാം തുടങ്ങുന്നത്. അത് പുറത്ത് വരാതിരിക്കാൻ ഈ അച്ഛന്മാരും ബിഷപ്പുമാരും മതസൗഹാർദ്ദ റാലി നടത്തുക, മതസൗഹാർദ്ദ പ്രദക്ഷിണം വയ്ക്കുക, മതസൗഹാർദ്ദ പ്രഭാഷണം നടത്തുക, മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടുള്ള നോട്ടീസുകൾ അടിച്ച് വിതരണം ചെയ്യലൊക്കെയാണ്. ഈ മതസൗഹാർദ്ദം തകർത്തത് ഇവര് തന്നെയാണ്. ഇവര് തന്നെ തകർത്തിട്ട് അത് പുറത്തേക്ക് വരാതെ കൃത്യമായിട്ട് അവർക്ക് എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയാൻ സാധിക്കും. ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം, ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് പുറകില് ക്രിസ്ത്യാനികളാണ്, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസിന്റെ MLA വീട്ടമ്മയെ ആക്രമിച്ച് അങ്ങേര് ജയിലിൽ കിടക്കുന്നതിനെ കുറിച്ച് ക്രിസ്ത്യാനികൾ മിണ്ടിയിട്ടില്ല. അഭയ കേസിൽ 25 വർഷമായിട്ടും കൂടെ ഉള്ളവർക്ക് അനുകൂലമായിട്ടല്ലാതെ മരിച്ചവരുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല. കണ്ണൂരിൽ ദിവ്യഗർഭം നൽകിയിരിക്കുന്ന ആ അച്ഛനെതിരായിട്ട് ബിഷപ്പും എന്തോ പറഞ്ഞതല്ലാതെ വേറെ ആ കുട്ടിയുടെ അവസ്ഥയോ ആ സംഭവത്തിന്റെയോ ഒന്നും പിന്നെ പുറത്തേക്ക് വിട്ടിട്ടില്ല. കൊട്ടാരക്കരയിൽ സെമിനാരിയിൽ പഠിക്കുന്ന ആൺകുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിച്ച സെമിനാരിയിലെ അച്ഛനായിട്ടുള്ള പ്രിൻസിപ്പാൾ ചെയ്തതിനെ കുറിച്ചൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. മതസൗഹാർദ്ദവും സഹവർത്തിത്വവും ആക്രമണത്തിനെതിരെയും രക്തച്ചൊരിച്ചിലിനെതിരെയും എല്ലാം പ്രസംഗിക്കുന്ന ഇവര് തന്നെ പോട്ട ധ്യാന കേന്ദ്രത്തിൽ നടന്നതിനെ കുറിച്ചിട്ട് ഒരു പോലീസ് എൻക്വയറി പോലും നടത്താൻ അനുവദിച്ചിട്ടില്ല. തനി ഹിന്ദുവായ KR നാരായണനും ഉഷാ നാരായണന്റെയും ഇല്ലാത്ത ഡെഡ് ബോഡി പള്ളിയിൽ കൊണ്ടുപോയിട്ട് ക്രിമേറ്റ് ചെയ്തിട്ട് പള്ളിയെയും ശവപ്പറമ്പിനെയും മഹത്വവൽക്കരിക്കാൻ ചെയ്തതിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല അവര്. ഇങ്ങനെ എണ്ണി പറയാവുന്ന ഒത്തിരിയുണ്ട്. അതിലൊന്നിലും അവർ മിണ്ടില്ല. ഇത്രയും ധന്യമായിട്ട് എല്ലാവരെയും വിളിച്ച് മതസൗഹാർദ്ദ റാലിയും മതസൗഹാർദ്ദ പ്രസംഗവും മതസൗഹാർദ്ദ സെമിനാറും നടത്തിയ
തിരുവനന്തപുരത്തെ ബിഷപ്പ് ഹൗസിലെ ബിഷപ്പിനോട് തൊഴുകയോടെ ഒന്ന് അഭ്യർത്ഥിക്കട്ടെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവര് ഈ ഭാരതം മുഴുവനും ഹിന്ദു ധർമ്മത്തെ അവഹേളിച്ച്, ഹൈന്ദവ പൈതൃകത്തെയും ഭാരതീയ പൈതൃകത്തെയും അവഹേളിച്ച് വികസിത രാഷ്ട്രങ്ങളായ അമേരിക്കയും കാനഡയും ഇംഗ്ലണ്ടും യൂറോപ്പും ഉപേക്ഷിച്ച ആ മതത്തിന്റെ, ക്രിസ്തുമതത്തിന്റെ പ്രചരണത്തിനായിട്ട് ഇറങ്ങുന്നത്, അത് ക്രിസ്തുമതത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടൊന്നുമല്ല, ഹിന്ദു ധർമ്മത്തിനെ അവഹേളിച്ചുകൊണ്ടും അതിന്റെ കുഴപ്പങ്ങൾ പറഞ്ഞുകൊണ്ടും അതിന്റെ ദൈവങ്ങൾ സാത്താന്മാരാണെന്ന് പറഞ്ഞുകൊണ്ടുമാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ മതപരിവർത്തനം നടത്തുന്നത്. ക്രിസ്തുമതം ഹിന്ദുമതത്തേക്കാൾ നല്ലതാണെന്ന് പ്രചരിപ്പിച്ചിട്ടാണല്ലോ മതപരിവർത്തനം നടത്തുന്നത്. അല്ലെങ്കിൽ പിന്നെ മതപരിവർത്തനം നടത്തേണ്ട ആവശ്യം എന്തിരിക്കുന്നു? ഹിന്ദുമതവും നല്ലതാണ്, ക്രിസ്തുമതവും നല്ലതാണെങ്കിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്തിനാ ആൾക്കാരെ കൊണ്ടുപോകുന്നത്? യേശു ക്രിസ്തു ഏക രക്ഷകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത്. ഈ ബിഷപ്പുമാര് ഈ കാവിയുടെ ലോഹയിട്ട്, രുദ്രാക്ഷത്തിന്റെ മാലയിട്ട്, പുറത്ത് ആടപ്രാവുകളും അകത്ത് അണലികളും, അണലികളെന്ന് വെച്ചാൽ ഷ്രൂഡാണെന്ന് ഒരു അച്ഛൻ, മല്ലങ്കര ഓർത്തഡോക്സിലെ അച്ഛൻ പറഞ്ഞു. ഏതായാലും പുറത്ത് മാടപ്രാവുകളും അകത്ത് അണലികളുമായിട്ട് ഈ മതസൗഹാർദ്ദ റാലിയും മതമൈത്രി റാലിയുമൊക്കെ നടത്തുമ്പോൾ സ്വന്തം അണികളിലുള്ളവർ മറ്റു മതത്തിലെ ആൾക്കാരെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും മതപരിവർത്തനം നടത്തുന്നതൊന്ന് ഒഴിവാക്കാൻ പറ്റുമോ? അതിനിതുമാതിരി ഒരു സമ്മേളനം നടത്താൻ ബിഷപ്പിന് പറ്റുമോ? ഹിന്ദുക്കൾ ഹിന്ദുക്കളായി ജീവിക്കട്ടെ, നിങ്ങൾ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കും, മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായിട്ട് ജീവിക്കട്ടെ. എന്തിനാ നിങ്ങൾ മതപരിവർത്തനം പോകുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിക്കാരും BJP-ക്കാരും തമ്മിൽ ഈ കലാപം ഉണ്ടാവാൻ ഒരു കാരണം, ഏതോ ഒരു പാർട്ടി മറ്റേ പാർട്ടിയേക്കാൾ വലുതാണെന്നും, ഏതോ ഒരു പാർട്ടി ഇവിടെ നിലനിൽക്കണം മറ്റേ പാർട്ടി ഉണ്ടാവരുതെന്നും, ഒരു പാർട്ടിയെ നിലനിന്നാൽ ഞങ്ങൾ വളരില്ല എന്നുള്ള ധാരണയൊക്കെ കൊണ്ടാണല്ലോ അവർ തമ്മിൽ യുദ്ധവും കൊലയും കൊള്ളിവെപ്പും ഒക്കെ ഉണ്ടാവുന്നത്. അതിന്റെ മറ്റൊരു രൂപമല്ലേ ഇവിടെ? ഞങ്ങൾക്ക് വളരണമെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ വേണം, നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടേത് മോശമാണെന്ന് പറയണം. ഇവിടെ ആയുധം കൊണ്ടും ശരീരത്തിന് മുറിവേൽപ്പിക്കുമ്പോൾ, ഇവിടെ വാക്കുകളും ഐഡിയയും കൊണ്ട് മനസ്സിന് മുറിവേൽപ്പിച്ചിട്ട് ഹിന്ദുവിലെ അപകർഷത ഉണ്ടാക്കിയിട്ട് അവിടെ ശാരീരിക യുദ്ധവും കൊലയും, ഇവിടെ മാനസിക യുദ്ധവും കൊലയും ഉണ്ടാക്കിയിട്ട് ഹിന്ദുക്കളെ ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവരുന്നത് മതേതരത്വം. ആ ചതിക്കും പറ്റിക്കലിനും വഞ്ചിക്കലിനും വേണ്ടി മൗനജാഥ നടത്തണ്ടേ അച്ചോ? അല്ലെങ്കിൽ ഇതുമാതിരി സെമിനാർ നടത്തണ്ടേ? മതസൗഹാർദ്ദ റാലി ബിഷപ്പ് നടത്തിക്കഴിഞ്ഞാൽ എല്ലാവരും വരും, അത് ഫോട്ടോയും വരും. ഏത് ഹിന്ദുവിന്റെ പത്രക്കാരും, മാതൃഭൂമി ആയാലും കേരള കൗമുദി ആണെങ്കിലും എല്ലാം ഇടും. അച്ഛന്മാർക്ക് അതിനുള്ള കഴിവുണ്ട് പുറത്തൊന്ന് അകത്തൊന്ന് വെക്കാൻ. അപ്പൊ ഈ മതസൗഹാർദ്ദ റാലിയും രക്തച്ചൊരിച്ചിലിനെതിരെയുള്ള മൗനജാഥയും എല്ലാം നടത്തുന്ന കൂട്ടത്തിൽ അവനവന്റെ കൂട്ടത്തിലുള്ളവർ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് മതപരിവർത്തനം നടത്തിയിട്ട് ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടിയിട്ട് ഈ ഹൈന്ദവ ഗ്രന്ഥങ്ങളെയും ക്ഷേത്ര ആചാരങ്ങളെയും എല്ലാം വക്രീകരിച്ച് അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഒരു വശത്ത് കൂടെ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന മാതിരി അവര് രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇനി അങ്ങോട്ട് കൊല്ലില്ല തല്ലില്ല എന്ന് പറയുക, എന്നിട്ട് വീണ്ടും അത് തന്നെ ചെയ്യാം. ഇവിടെയും അങ്ങനെ തന്നെയല്ലേ ചെയ്യാം? മതസൗഹാർദ്ദ റാലി നടത്തിയിട്ട് എല്ലാ മതത്തിലും നന്മയുണ്ട് എന്ന് പ്രഖ്യാപിക്കുക, എന്നിട്ട് നിന്റെ മതം മോശമാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നീ എന്റെ മതത്തിലേക്ക് വന്നാലേ അന്ത്യവിധി നാളില് യഹോവ നിന്നെ അന്ത്യവിചാരണ നടത്തുമ്പോൾ യേശുക്രിസ്തു മധ്യസ്ഥത വഹിച്ചിട്ട് നിനക്ക് സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ടും വിസയും തരുള്ളൂ എന്ന് പറയുന്ന അകത്തുള്ള അണലിയുടെ വിഷമുണ്ടല്ലോ. അതാണ് മദർ തെരേസ കള്ളച്ചിരിയോടുകൂടി പറഞ്ഞത്. 29,000 പേർക്ക് മരിക്കാൻ പോകുന്നവരാണ്, മരിച്ചവരാണ് പിന്നീട് സെന്റ് പീറ്ററിന്റെ ടിക്കറ്റ് കൊടുത്തതിൽ അഭിമാനിച്ചത്. അപ്പൊ സേവനവും ശുശ്രൂഷയും ഒന്നും ആയിരുന്നില്ല, സെന്റ് പീറ്ററിന്റെ ടിക്കറ്റ് കൊടുക്കലായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് തിരുവനന്തപുരത്തെ ബിഷപ്പിനോട് തൊഴുകയോടെ പറയാനുള്ളത്, ഭാരതം മുഴുവനുള്ള ബിഷപ്പ് കൗൺസിലിൽ 14,000-ഓളം ബിഷപ്പുമാരുണ്ടല്ലോ ഭാരതത്തില്. അവരോടാണല്ലോ 2000-ല് ദീപാവലി ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ വത്തിക്കാനിൽ നിന്നൊന്ന് പോപ്പ് ദീപാവലി അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴത്തേക്കും പ്രഖ്യാപിച്ചത്. ആദ്യത്തെ സഹസ്രാബ്ദം യൂറോപ്പ് ഇംഗ്ലണ്ട് മതപരിവർത്തനം നടത്തി, രണ്ടാമത്തെ സഹസ്രാബ്ദം അമേരിക്കയും ആഫ്രിക്കയും മതപരിവർത്തനം നടത്തി, മൂന്നാമത്തെ സഹസ്രാബ്ദം ഇന്ത്യയും ചൈനയും ഏഷ്യൻ രാജ്യങ്ങളെയും മതപരിവർത്തനം നടത്തണമെന്ന് ഇന്ത്യയിൽ BJP ഭരിക്കുമ്പോ
ദീപാവലി ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് തൽക്കത്തോറ സ്റ്റേഡിയത്തില് ഈ പോപ്പ് പറഞ്ഞത് 1949 ബോംബെയിലേക്ക് ഇറങ്ങിയ പോപ്പ്, ബോംബെയിലെ മണ്ണ് ചുംബിച്ചുകൊണ്ട് പറഞ്ഞത്, as long as you are minority, use the benefit of minority to rule the majority. When you become the majority, use the power of majority to rule the then minority. നിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്നിടത്തോളം കാലം ന്യൂനപക്ഷത്തിന്റെ അവകാശം ഉപയോഗിച്ച് ഭൂരിപക്ഷത്തെ ഭരിക്കുക. നിങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ അധികാരം ഉപയോഗിച്ച് അന്നത്തെ ന്യൂനപക്ഷത്തെ ഭരിക്കാനാണല്ലോ 1949 പറഞ്ഞത്. അതാണല്ലോ ഇപ്പോ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും ഇതേമാതിരിയുള്ള മതപരിവർത്തനം നടത്തുന്നത്. ലോകത്തിലെ ബിഷപ്പുമാരെയും അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും ഇപ്പൊ ഇന്ത്യയിൽ നിന്നാണല്ലോ കയറ്റുമതി ചെയ്യുന്നത്. അങ്ങനെ ഒരു അച്ഛനെ കാണാതെയായതാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഉൾപ്പെടെ ഉഴുന്നാലിന്റെ പുറകെ പോയത്. അതുകൊണ്ട് ഈ ബിഷപ്പിനോട് അഭ്യർത്ഥിക്കുന്നു, കൂട്ടത്തിലുള്ള കുഞ്ഞാടുകളെ, മറ്റ് നല്ല മഹാസാഗരം മാതിരിയുള്ള ധർമ്മബോധമുള്ള ഹിന്ദു ജനതയെ പൊട്ടക്കണത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മതപരിവർത്തനം നടത്തുന്നത് കൂടി ഒന്ന് നിർത്തുക. എന്നിട്ട് ഇതുപോലെയുള്ള മതസൗഹാർദ്ദ റാലിയൊക്കെ ഒന്ന് നടത്തുക. എല്ലാ മതക്കാരെയും വിളിച്ചിട്ട് നല്ല വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഫോട്ടോ എടുപ്പിച്ചിട്ട് പത്രമാധ്യമങ്ങളിലൊക്കെ ഇടാനുള്ള ഒരു അഭ്യർത്ഥന കൂടി ഞാൻ നടത്തട്ടെ. പ്രണാമം, നമസ്കാരം.